ഹായ് ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. നമ്മുടെ 2025 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വർഷം 2026 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 2025 ലാസ്റ്റ് വീഡിയോ എന്ന് തന്നെ പറയാവേ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ ലിവാ ഫെസ്റ്റ് നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന കുറച്ച് ഏരിയയിൽ മാത്രം ഇങ്ങനെയുള്ള ആൾതാമസവും കാര്യങ്ങളും ലോക്കൽസിൻ്റെയൊക്കെ വീടുകളാണ് കേട്ടോ ഒക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് ആ ഒരു ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് രണ്ട് സൈഡും ഡെസേർട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ നടുക്കൂടി ഈ റോഡ്, അത് അങ്ങ് ദൂരെ ഞാൻ കാണിക്കുന്നത് ഒട്ടകങ്ങളെയൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ. അതുങ്ങളുടെയൊക്കെ ഫാമുകൾ ഇതുപോലുള്ള മരുഭൂമിക്ക് ഉള്ളിലൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഒത്തിരി കാണാൻ പറ്റി ഇതുപോലുള്ള ഫാമുകൾ. അതുപോലെ തന്നെ ഇതിനെയൊക്കെ നോക്കുന്നവരും കിടക്കുന്നതൊക്കെ ഈ ഒരു ഇതുപോലുള്ള ഷെഡിനുള്ളിലാട്ടോ. ഈ മഴയും വെയിലും തണുപ്പും ഇപ്പോഴൊക്കെ ഇവിടെയെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്, വെയിൽ വരുമ്പോൾ നല്ല വെയിലാണ്. അതുപോലെ ഇതെല്ലാം കൊണ്ടിട്ട് ഇവർ ഇതിനകത്ത് കിടക്കുന്നതെന്നൊക്കെ അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നി. ശരിക്കും നമ്മളുടെ ആടുജീവിതം ഫിലിമിൽ കാണുന്ന ആ ഒരു ജീവിതങ്ങളാണ് കേട്ടോ ഇത് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ശരിക്കും സങ്കടം തോന്നുന്ന കാഴ്ചകളാണ്. കുറേയൊക്കെ ഞാൻ ഇതിനകത്ത് പകർത്തിയിട്ടുണ്ട്, പക്ഷേ അടുത്ത് കാണാൻ പറ്റുന്നില്ല, അങ്ങ് ദൂരെയായിട്ടൊക്കെയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ലിവാ ഫെസ്റ്റ് നടക്കുന്ന ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഫുള്ളും ഭയങ്കര സൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കാരണം ഈ റേസിംഗ് ബൈക്കുകളുടെയും കാറിൻ്റെയും ഒക്കെ ഭയങ്കര സൗണ്ട്. കുഞ്ഞ് നിന്നിട്ട് ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് പേടിച്ച്. ചേട്ടായിയുടെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു, അവൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനും വന്നിട്ടുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ ഒക്കെ വെക്കേഷന്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതുപോലുള്ള വണ്ടികളൊക്കെ നമുക്കും വേണമെങ്കിൽ ഇങ്ങനെ വണ്ടി ഈ കുന്നിൻ്റെ മുകളിലേക്ക് ഓടിച്ച് കയറ്റിയിട്ട് താഴേക്ക് ഇറക്കാം കേട്ടോ. ഇതുപോലൊക്കെ ഓരോരുത്തരും ഉണ്ട്. ഇതാ കൂടുതലും ലോക്കൽസാണ് കേട്ടോ ഈ ഒരു ഇതിനൊക്കെ കൂടുതലും ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. കാരണം വണ്ടിയൊക്കെ ഒരു പരുവമാകും അവർക്കൊക്കെ, ഒന്നും രണ്ടും വണ്ടിയൊക്കെ കാണും. അതൊക്കെ കാരണം ഇങ്ങനെ ഓരോന്നൊക്കെ കൊണ്ടിങ്ങനെ കളയുന്നതായിരിക്കും. അത് അല്ലാണ്ട് എന്നാ പറയാനാ. കാരണം ഒത്തിരി ഇങ്ങനെ ഭയങ്കര ഇതാക്കി വണ്ടിയൊക്കെ റേസ് ചെയ്തൊക്കെ പോകുമ്പോഴത്തേന് വണ്ടിക്ക് അത് കേടാന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രോൺ ഷോയും ലൈറ്റ് ഷോയും അതുപോലെ ഫയർ വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ലിവാ ഫെസ്റ്റ് 2026 എന്നൊക്കെ എഴുതി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതുപോലെ ഇയർ എൻഡിങ്ങിൻ്റെ സമയത്താണ് കേട്ടോ ഇത് നടക്കുന്നത്. പിന്നെ ഇതിനുള്ളിൽ ഇതാ ബോക്സിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ലെങ്കിലും കുറച്ച് നേരം അവിടെ നിന്ന് ഇതൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഇതിന് ജയിച്ചവർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രൈസിന് ക്യാഷ് അവാർഡും ഒക്കെ കൊടുക്കുന്നതും ഒക്കെ കണ്ടു. ഇതുപോലുള്ള കുറേ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടൊക്കെ നിന്നു, ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും കണ്ട് കുറച്ച് നേരം നിന്നു കേട്ടോ. അപ്പോൾ ലിവാ സിറ്റിയാണ് കേട്ടോ അങ്ങ് ദൂരെ കാണുന്നത്, ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞ് ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പം ആ വണ്ടികൾ അതിൻ്റെ മുകളിലേക്ക് കയറിയ വണ്ടികളെല്ലാം പോലീസൊക്കെ വന്നിട്ട് താഴെ ഇറക്കിയായിരുന്നു കേട്ടോ. എന്നിട്ടാണ് അവിടെ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തതും. അതും ഒരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ സൗണ്ടെല്ലാം കൂടെ കേട്ടിട്ട് നല്ല തലവേദനയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള ട്രാഫിക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വർഷം വീണ്ടും കാണാം. ബൈ.